മാനന്തവാടിയിലെ അജീഷിന്റെ മരണത്തിൽ സംസ്ഥാന സർക്കാരിനെയും വനം വകുപ്പിനെയും രൂക്ഷമായി വിമർശിച്ച കുടുംബവും നാട്ടുകാരും. റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടും ആന ജനവാസ മേഖലയിൽ എത്തിയ കാര്യം അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിൽ ദുരന്തം ഒഴിവാകുമായിരുന്നുവെന്നാണ് വിമർശനം. പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ കർഷകർ നേരിടുന്നത് വലിയ ദുരന്തമാണ്. പുൽപ്പള്ളി ആന ഇപ്പുറ കടന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഫോറസ്റ്റുകാർക്ക് ഒരു വിവരവും കിട്ടൂലേ. കോറിൽ ഘടിപ്പിച്ച ആനയാണല്ലോ അത്. ഇവർക്ക് നോക്കാൻ അറിയാൻ പാടില്ലേ? ഇവർ പിന്നെ എന്തെന്നാ ചെയ്യുന്നത്? കപ്പ ഇടാൻ പാടില്ല, കാച്ചി ഇടാം, ചേന വെള്ള, ചേമ്പ് വെള്ള, ആനേനെ കൊണ്ട് പാടില്ല. ആന, കാട്ടുപന്നി, മാന്, മയില്, കുരങ്ങ് എല്ലാം ഇട്ട് തെങ്ങയിലൊരു അതുപോലും കിട്ടുന്നില്ല. അതിലപ്പുറം പിന്നെ എന്നാ വേണ്ട? ഞങ്ങൾ കൃഷിക്കാർ എന്ത് ചെയ്യണം? പിന്നെ കഴിഞ്ഞ വർഷം ഒരു മാസക്കാലം ഇവിടെ കിടന്ന് വെച്ചിട്ട് നമ്മുടെ MLA ഈ നാട്ടിൽ കൂടെ വന്നിട്ടില്ലല്ലോ. ഇതൊക്കെ പിന്നെ ഇവരെന്തിനാ? സാധാരണക്കാർ വോട്ട് മേടിച്ചില്ല ഇവർ കയറി പോകുന്നത്. ഇവർ വോട്ട് മേടിക്കാനായിട്ട് മാത്രം നടന്നിട്ട് കാര്യമില്ല. ആരും കുറ്റം പറയുന്നതല്ല, നഷ്ടപരിഹാരമല്ല. എനിക്ക് എൻ്റെ കൊച്ചു പോയി ജനങ്ങളെ വഞ്ചിക്കാൻ നിൽക്കുന്ന സർവ്വ മേഖലക്കാരും. ഈ ആന ഇങ്ങനെ വരുമ്പോൾ എന്തായാലും ഈ ജനങ്ങൾക്ക് ഇങ്ങനൊരു ആന കടന്നു വരുന്നുണ്ടെന്ന് ഒരു മൈക്ക് അനൗൺസ്മെന്റ് നടത്തി ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് എന്തുകൊണ്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടില്ല? അതൊരു അനാസ്ഥ തന്നെയല്ലേ? ജനങ്ങൾക്ക് യാതൊരു സുരക്ഷയുമില്ലാത്തൊരു സംവിധാനമല്ലേ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? കൃഷിക്കാരന് യാതൊരു വിലയുമില്ലാത്തൊരവസ്ഥയല്ലേ ഇന്ന് ആക്കി തീർത്തിരിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ട് ഈ ഭരണ സംവിധാനങ്ങൾ ഇങ്ങനെയാവുന്നു? ജനങ്ങൾക്കൊരു വില കൊടുത്തുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിന് ഇല്ലേ? സർക്കാർ ജനങ്ങളെ പറ്റിക്കല്ലേ ഉദ്യോഗസ്ഥന അല്ല. ഈ വീടിന്റെ നട്ടലായിട്ട് ഈ വീട്ടിലെ ഈ മോൻ മരിച്ചിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വന്നോ? വനവകുപ്പ് സ്വീകരിക്കുന്ന അനാസ്ഥയല്ലേ കാണിക്കുന്നത്? ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലല്ലോ. പിടികൂടാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല. ആന കടന്നുപോയെന്നല്ല പറഞ്ഞത്. ഇനി ഫോറസ്റ്റിലേക്ക് കടന്നുപോയ ആനയെ എങ്ങനെ പിടിക്കും?